തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിൽ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ബാങ്കിന്റെ ഔദ്യോഗിക മെയിലിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് സന്ദേശം ലഭിക്കുന്നത്. സയ്യിദ് ഹൈദർ എന്നയാളുടെ പേരിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഇന്ന് രാവിലെ 7 മണിക്ക് ഭീഷണി സന്ദേശം എത്തുന്നു. ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണോ? എന്താണ് ഈ മെയിലിലെ സന്ദേശത്തിൽ, ഇമെയിലിൽ എന്താണ് അതിന്റെ ഉള്ളടക്കം? എന്താണ്? സയ്യിദ് ഹൈദർ SDPI എന്ന പേരിലാണ് രാവിലെ 7:30 സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്പെൻസർ ജംഗ്ഷനിലെ ആസ്ഥാനത്തേക്ക് ഇമെയിൽ സന്ദേശം ലഭിക്കുന്നത്. പ്രതികാര നടപടിയായി ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ച് ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും ഇന്ന് ഏത് മണിക്കൂറിൽ വേണമെങ്കിലും അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകും, വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് ഉച്ചയോടെയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുകയും പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധനയ്ക്ക് വേണ്ടി ബാങ്കിലേക്ക് എത്തുകയും ചെയ്തത്. ഇന്ന് അവധി ദിവസമാണ്, പക്ഷേ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ദിനമായതിനാൽ 4 ജീവനക്കാർ ബാങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അവരടക്കം വിശദമായ പരിശോധനകൾ ബാങ്കിനുള്ളിൽ പോലീസുമായി മറ്റ് സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് നടത്തിയെങ്കിലും ബാങ്കിനുള്ളിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ ബാങ്ക് ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടെ ചിലർ പരിസരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങളിലടക്കം സംശയാസ്പദമായ തരത്തിൽ ബാങ്ക് പരിസരത്ത് ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. അകത്തെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഡാൻ, ഇതിന്റെ ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം, വിമാനത്താവളങ്ങളിലും മറ്റുമൊക്കെ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്താറുണ്ട്. അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതിയോ, അതോ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്? പോലീസിനെ ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു കാര്യം, ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണോ ഈ ഇമെയിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. കാരണം സയ്യിദ് ഹൈദർ SDPI എന്ന പേരിലാണ് ഈ ഇമെയിൽ സന്ദേശം ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പേര് വ്യാജമാണോ അതോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ഉള്ളതാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഇമെയിൽ സന്ദേശത്തിന്റെ IP അഡ്രസ് അടക്കം ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടക്കും. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ IP അഡ്രസ് കണ്ടെത്തുന്നതിലൂടെ അതുമായി ബന്ധപ്പെട്ട ഇത് ആരുപയോഗിക്കുന്ന മെയിലിൽ നിന്നാണ്, ആരാണ് ഈ മെയിൽ ബാങ്കിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഈ പരിശോധനയിൽ പ്രത്യേകിച്ച് അവർ ഈ ഇമെയിൽ ഇമെയിൽ എത്തിയ ആ ഇമെയിൽ ID പരിശോധിക്കുന്നുണ്ടാകാം. ഇത് വ്യാജ ഇമെയിൽ ID ആണോ, അതല്ലെങ്കിൽ ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം ഒരു വ്യാജ ID ആണോ എന്നത് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ മറ്റേതൊക്കെ, പോലീസിനെ കൂടാതെ ഏതൊക്കെ സംഘങ്ങളാണ് അവിടെ ഉള്ളത് ഡാൻ? പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്നാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം ഈ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന സാങ്കേതിക വിദഗ്ധരുടെ കൂടി സഹകരണത്തോടെ ആയിരിക്കും പോലീസ് നടത്തുക. അങ്ങനെ ഈ ആരാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായാൽ ഇതിലെ എന്താണ് നിജസ്ഥിതി എന്ന കാര്യം ബോധ്യപ്പെടുമെന്ന വിലയിരുത്തലാണ് ഈ IP അഡ്രസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലാണ് ഈ ബോംബ് വയ്ക്കുമെന്ന ഭീഷണി സന്ദേശം എത്തിയത്. രാവിലെ 7 മണിയോട് കൂടിയാണ് ഇമെയിൽ സന്ദേശം എത്തുന്ന സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ്.